ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കണ്ണൂർ പറശ്ശിനിക്കടവിൽ മുത്തപ്പനെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ ഒരു അവധി ദിവസം ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് എന്തോ ഒരു തടസ്സം പോലെ നല്ലൊരു മഴയായിരുന്നു. എന്നാലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങി. പിന്നെ ബസ്സിന് വേണ്ടിയുള്ള ഒരു നീണ്ട കാത്തുനിൽപ്പായിരുന്നു. ബസ് വന്നതും ഞങ്ങൾ ഒരുവിധം നനഞ്ഞ് കുതിർന്ന് അതിലേക്ക് കയറി. അവധി ദിവസം ആയതുകൊണ്ട് ബസ്സിൽ പൊതുവെ തിരക്ക് കുറവായിരുന്നു. ഏകദേശം ഒരു 45 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ബസ്സിൽ ഇരുന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് എടുക്കുന്ന തിരക്കിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അതാ നിൽക്കുന്നു പരിചയമുള്ളൊരു മുഖം. ഞാൻ പണ്ട് ട്രെയിനിങ് കൊടുത്ത കോഴിക്കോട് സ്വദേശി. അവൻ ഞങ്ങളെ ട്രെയിനിലേക്ക് സ്വീകരിച്ചു. പഴയ കുശലാന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം സീറ്റിൽ ഇരുന്നു. നീണ്ട 3.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം AKGയുടെ നാടായ കണ്ണൂരിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. കണ്ണൂർ എത്തിയതിനു ശേഷം ഞങ്ങൾ നോക്കിയത് ഞങ്ങളെ കാത്തുനിന്ന പഴയ സുഹൃത്തിന് വേണ്ടിയായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ദേ നിൽക്കുന്നു ഞങ്ങളുടെ കൺമുന്നിൽ അവൻ. കണ്ണൂരിൽ നിന്നും പറശ്ശിനിലേക്ക് പോകും വഴി അതാ മുത്തപ്പന്റെ വീണ്ടും ഒരു പരീക്ഷണം. ഒരു കാറിന്റെ രൂപത്തിൽ ഒരു കാറ് റോഡിന്റെ നടുക്ക് കിടന്ന് കത്തുന്നു. ഞങ്ങളുടെ വണ്ടി കുറെ നേരം അവിടെ ബ്ലോക്കായി. അവൻ ഞങ്ങളെ പറശ്ശിനിക്കടവിലെത്തിച്ച് തിരികെ യാത്ര പറഞ്ഞ് പോയി. രാത്രി നല്ല മഴയായത് കാരണം ഞങ്ങൾക്ക് രാത്രി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിരാവിലെ തന്നെ ഞങ്ങൾ കുളിച്ചു ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടു. നിങ്ങൾ പറശ്ശിനിക്കടവിൽ ദർശനത്തിനായി വരുന്നെങ്കിൽ അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഒരുപാട് റൂമുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് റേറ്റ് കുറച്ച് നിങ്ങൾക്ക് താമസിക്കാവുന്നതാണ്. അമ്പലത്തിലേക്ക് പോകും വഴി ഇരുവശത്തും അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളെ വരവേൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുത്തപ്പന്റെ മടപ്പുരയിലേക്ക് എത്തി. മുത്തപ്പനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ മടപ്പുരയുടെ അകത്തേക്ക് കയറിയപ്പോൾ അധികം തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. അതാ ഞങ്ങൾ മുത്തപ്പനെ കാണാനായി കിഴക്ക് വശത്തെ ഗോപുരനടയിലൂടെ കയറാൻ പോയപ്പോൾ അതാ മുന്നിലൂടെ ഒഴുകുന്ന വളപട്ടണം പുഴ. അതിൽ കാലൊന്ന് നനച്ചു മുത്തപ്പന്റെ സന്നിധിയിലേക്ക് മന്ദം മന്ദം നീങ്ങി. ദർശനം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു വിശപ്പിന്റെ വിളി. അതാ മുത്തപ്പന്റെ പ്രസാദമായ വൻപയറും ചായയും. ആഹാ! തലേന്ന് ചതുർത്ഥിയായതുകൊണ്ട് മുത്തപ്പന്റെ കോലം അന്ന് രാവിലെ ക്ഷേത്രത്തിൽ ഇല്ലായിരുന്നു. മുത്തപ്പന്റെ കോലം കാണാൻ കഴിയാത്ത വിഷമത്താൽ ഞങ്ങൾ വീണ്ടും വരാം എന്ന് മുത്തപ്പന് വാക്കുകൊടുത്തതിന് ശേഷം കണ്ണൂരിലേക്കുള്ള ബസ്സിൽ കയറി.
നാളെ ഡ്യൂട്ടിക്ക് കയറേണ്ടത് കൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് കിട്ടിയ ട്രെയിനിൽ തൃശ്ശൂരിലേക്ക് തിരിച്ചു. ഇനി അടുത്ത ക്ഷേത്ര ദർശന വീഡിയോയിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.